BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഇടതുമുന്നണി സർക്കാരിന് പിന്നാലെ UDF സർക്കാരും പുലിവാലി പിടിക്കുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUCI സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനും മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷുമാണ് കേസിലെ പ്രതികൾ. ഇവർക്കെതിരെ CBI നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രോസിക്യൂഷന് അനുമതി തേടിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അനുവാദം നിഷേധിക്കുകയായിരുന്നു. 3 തവണ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അനുവാദം നൽകാത്തതിനെ തുടർന്ന് കോടതിയലക്ഷ്യത്തിന് ഹർജി നൽകുകയും വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനോട് കോടതി നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ INTUCI നേതാവായ ചന്ദ്രശേഖരൻ രക്ഷപ്പെടാൻ പഴുതു തേടും എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഹൈക്കോടതി സ്വീകരിച്ച അതിശക്തമായ നിലപാടിനെ തുടർന്ന് കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകാൻ UDF സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഹാജരാക്കാൻ അഡ്വക്കേറ്റ് ജനറൽ K. ജാജു ബാബുവിനോട് ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറി K. ബിജുവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പകർപ്പ് INTUCI സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് ലഭിക്കുകയും അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ വായിക്കുകയും ചെയ്തു. ഉത്തരവിൽ കോടതിക്കെതിരായ പരാമർശങ്ങൾ വളരെ വ്യക്തമാണ്. ഹൈക്കോടതിയുടെ നിർബന്ധത്തെ തുടർന്നാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി വിചാരണ കോടതിയെ പോലെയാണ് പെരുമാറുന്നതെന്ന പരാമർശവും ഈ ഉത്തരവിൽ ഉൾപ്പെടുന്നു. അനുമതി നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് മനസ്സിരുത്തി ചിന്തിക്കാൻ സാധിച്ചില്ലെന്നും അപ്പീൽ പോകാനുള്ള അവസരത്തോടെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകുന്നതെന്നും ഉത്തരവിൽ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും കോടതിയലക്ഷ്യ പരാമർശങ്ങളായതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ ഇത് കോടതിയിൽ സമർപ്പിക്കാതെ 2 ദിവസം സമയം നീട്ടി ചോദിച്ചത്. ഇത്തരം പരാമർശങ്ങൾ മാറ്റി പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് അഡ്വക്കേറ്റ് ജനറൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞായറാഴ്ച രാത്രി വരെ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ തന്നെ സംസ്ഥാന സർക്കാർ തർക്കം ഉന്നയിച്ചിരിക്കുകയാണ്. ചന്ദ്രശേഖരനെയും രതീഷിനെയും നിയമിച്ചത് വ്യവസായ വകുപ്പ് ആയതുകൊണ്ട് അഴിമതി കാണിച്ചെന്ന് കണ്ടെത്തിയാൽ വിചാരണയ്ക്ക് നിയമനാധികാരിയാണ് അനുമതി നൽകേണ്ടതെന്നും കോടതിക്ക് ഇതിനുള്ള അധികാരമില്ലെന്നുമാണ് കശുവണ്ടി വികസന വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും വാദം. പക്ഷേ പൊതു അഴിമതി കേസിൽ ഈ വാദം നിലനിൽക്കില്ലെന്ന് CBI കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളുകൾക്കെതിരെ മാറി മാറി വരുന്ന സർക്കാരുകൾ അനുമതി നിഷേധിക്കുന്നത് പൊതുരംഗത്തെ അഴിമതി കൂട്ടാൻ വഴിയൊരുക്കുകയേ ഉള്ളൂ എന്നുമാണ് പൊതുപ്രവർത്തകരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ വീണ്ടും കോടതിയലക്ഷ്യ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനായ കടകംപള്ളി മനോജിന്റെ നീക്കം. ചന്ദ്രശേഖരനെതിരായ പ്രോസിക്യൂഷൻ അനുമതി വന്നതോടെ INTUCIയിലും പടയൊരുക്കം ശക്തമായി. ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിലും KPCC ഓഫീസിന് മുന്നിലും സത്യാഗ്രഹം നടത്തുമെന്ന് വ്യക്തമാക്കി. സർക്കാർ ഉത്തരവ് പുറത്തു വരുന്നതിന് മുമ്പ് ചന്ദ്രശേഖരന്റെ ഫോണിൽ ഉത്തരവെത്തിയത് അന്വേഷിക്കണമെന്നും INTUCI നേതാവ് RM പരമേശ്വരൻ ആവശ്യപ്പെട്ടു. നേരത്തെ INTUCI സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കാനുള്ള മെയ്വഴക്കം കാട്ടുന്നുണ്ടെങ്കിലും അത് അനായാസമാണെന്ന് തോന്നുന്നില്ല. സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതിക്കെതിരായ പരാമർശം വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് സെക്രട്ടറിയുടെ തലയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനും ആവില്ല. ബുധനാഴ്ച വീണ്ടും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പ് തീരുമാനമുണ്ടായില്ലെങ്കിൽ സർക്കാർ പുലിവാലി പിടിക്കും എന്നത് വ്യക്തമാണ്. നന്ദി, നമസ്കാരം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.